നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. എക്സിറ്റ് പോളിൽ അവകാശവാദവുമായി മുന്നണികൾ. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും മുഖ്യമന്ത്രിയാകാൻ യോഗ്യത പിണറായി വിജയനെന്നും MV ഗോവിന്ദൻ. സതീശൻ ലഭിക്കുന്ന പിന്തുണ ജനങ്ങളുടെ അഭിപ്രായമാണെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാൾ UDF വലിയ വിജയം നേടുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. PA മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിച്ച് PV അൻവർ. ദേശീയ രാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ച് ബംഗാൾ BJP പിടിക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് റെക്കോർഡ് പോളിംഗിലൂടെ പ്രതിഫലിച്ചതെന്ന് BJP. ബംഗാളിൽ അട്ടിമറിയെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിയ തൃണമൂൽ കോൺഗ്രസ്. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന അവകാശവാദം. സർക്കാരിനെതിരെ വീണ്ടും വിമർശനവുമായി B അശോക്. സസ്പെൻഷൻ ഓർഡറിൽ കാരണം വ്യക്തമല്ല, ലേഖനത്തിൽ ചട്ടവിരുദ്ധമായി ഒന്നും കണ്ടില്ലെന്ന് അശോക്. സസ്പെൻഷൻ അംഗീകാരമായി കാണുന്നുവെന്നും സസ്പെൻഷൻ ഓർഡർ ചവറ്റുകുട്ടയിലേക്ക് പോകുമെന്നും B അശോക് IAS. ഇറാനിലെ US ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. ബാരലിന് $120 2020 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്ക്. ഉപരോധം അവസാനിപ്പിച്ചില്ലെങ്കിൽ എണ്ണവില $140 ആക്കുമെന്ന് ഇറാൻ. ആശ്വാസമായി സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴ. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. താപനിലയിൽ നേരിയ കുറവ്. മെയ് 2 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കാസർഗോഡ് പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന 4.5 വയസ്സുകാരി മരിച്ചു. IPL ഇന്ന് ഗുജറാത്ത് ബംഗളൂരു പോരാട്ടം. ബാറ്റിംഗ് കരുത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. മത്സരം രാത്രി 7:30 മുതൽ അഹമ്മദാബാദിൽ. കേരളത്തെ സംബന്ധിച്ച് യാതൊരു ഉത്കണ്ഠയും ഇല്ല എന്ന് MV ഗോവിന്ദൻ. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് വ്യക്തമായി. മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ പിണറായി വിജയൻ എന്ന് സർവേ പറയുന്നു. BJPക്ക് ഒരു സീറ്റും ലഭിക്കില്ല. ഒരു റിപ്പോർട്ടിനെയും അല്ല, ജനങ്ങളെയാണ് വിശ്വസിക്കുന്നതെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് 5 സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള എക്സിറ്റ് പോളാണ് ഇപ്പോൾ ഇന്ത്യയിലുടനീളം ചില വാർത്താ മാധ്യമങ്ങളുടെ ഭാഗമായിട്ടും ചില പ്രധാനപ്പെട്ട ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാരെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഇപ്പോൾ വന്ന സർവേ 2 കാര്യം വളരെ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല. 2, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ഈ 2 കാര്യം സർവേയുടെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് 60 മുതൽ 69 വരെയുള്ള സീറ്റാണ് പറഞ്ഞിട്ടുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 69 എന്ന് പറയുമ്പോൾ വ്യത്യാസം 2 എണ്ണമാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് 5 or 8 വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സാധ്യതയാണ് ഈ സർവേ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വരാൻ ഉള്ള സാധ്യത. UDF കണക്ക് കൂട്ടിയതാണ് എക്സിറ്റ് പോളിൽ വന്നിരിക്കുന്നതെന്ന് K മുരളീധരൻ. മുഖ്യമന്ത്രി ചർച്ച 4-ാം തീയതിക്ക് ശേഷം മതിയെന്നും മുരളീധരൻ പ്രതികരിച്ചു. ഇത് എല്ലാ എക്സിറ്റ് സർവേയിലും പറയുന്നത്, എക്സിറ്റ് പോളിലും പറയുന്നത് UDF ജയിക്കുന്ന. ഇപ്പോൾ ഞങ്ങളെടുത്ത കണക്ക് അനുസരിച്ച് 80 മുതൽ 90 വരെയുള്ള സീറ്റുകൾ ലഭിക്കുന്നതാണ് പാർട്ടി എടുത്തിട്ടുള്ള ഒരു കണക്കിൽ വ്യക്തമാകുന്നത്. ഇത് രണ്ടും ചേർന്ന് നോക്കുമ്പോൾ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായിട്ടും ശരിയാണെന്നാണ് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ്. അതുകൊണ്ട് UDFനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. 4-ാം തീയതിയുള്ള റിസൾട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ്. അതിനുശേഷമുള്ള കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതാണ്, അതിനെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. UDFിൻ്റെ കൂട്ടായ പ്രവർത്തനം വിജയം കണ്ടു എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നതിനേക്കാൾ വലിയ വിജയം UDFന് ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്ത പ്രയത്നത്തിലുള്ള പ്രയോജനം ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം കേരളത്തിൽ പ്രവർത്തിക്കാത്ത ഒരു UDF പ്രവർത്തകൻ പോലുമില്ല. എല്ലാവരും സർവ്വശക്തിയോടുകൂടി
ഈ ഗവൺമെൻറ് മാറുന്നതിന് വേണ്ടി ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു പ്രതിഫലനം എക്സിറ്റ് പോളിലുണ്ടായി എന്നാണ് എൻ്റെ വിശ്വാസം. എക്സിറ്റ് പോളിന് അപ്പുറത്തേക്ക് പോകുമോ എന്നുള്ളതാണ് പല ആളുകളുടെ ഇപ്പോഴത്തെ ചോദ്യം. കാരണം എക്സിറ്റ് പോൾ കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റുമോ, അതിനപ്പുറത്ത് പോകാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. പക്ഷേ എന്നാലും വന്നൊരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും വമ്പിച്ച വിജയത്തിലേക്കാണ് UDF പോകുന്നത് എന്നുള്ളത് ഈ ട്രെൻഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. എക്സിറ്റ് പോളല്ല, ജനവിധിയാണ് വലുതെന്ന് മന്ത്രി VN വാസവൻ. എക്സിറ്റ് പോൾ എല്ലാം ശരിയായിരുന്നുവെങ്കിൽ കഴിഞ്ഞ തവണ LDF അധികാരത്തിൽ വരുമായിരുന്നില്ല. കഴിഞ്ഞ തവണ മുഹമ്മദ് റിയാസും MM മണിയും പരാജയപ്പെടും എന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലം. ഇരുവരും വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അപ്പോൾ എക്സിറ്റ് പോൾ എല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. ചില ഘട്ടങ്ങളിൽ ചിലത് ശരിയായി വന്നിട്ടുണ്ടാവാം. പക്ഷേ കേരളത്തെ സംബന്ധിച്ചുള്ള മുൻ അനുഭവങ്ങൾ വെച്ചും ഇതുവരെയുള്ള നമ്മുടെ ഈ രംഗത്ത് നമ്മൾ മനസ്സിലാക്കിയ ഉള്ളടക്കങ്ങൾ വെച്ചും എക്സിറ്റ് പോളിനേക്കാൾ വ്യത്യസ്തമായിരിക്കും കേരളത്തിലെ 4-ാം തീയതി വരാൻ പോകുന്ന റിസൾട്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളുന്നുവെന്ന് മുതിർന്ന CPM നേതാവ് AK ബാലൻ. കേരള ഗവൺമെന്റിനെതിരായ വികാരമില്ല, കേരളത്തിൽ BJP ഒറ്റ സീറ്റും നേടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിയും LDFും ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തി LDFിൻ്റെ വിജയസാധ്യതയെ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയതാണ്. അതിൽ തന്നെയാണ് ഞങ്ങളിപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. എക്സിറ്റ് പോൾ തള്ളുന്നു എന്നുള്ളതാണ്. അതെ, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണല്ലോ. ഒന്ന്, കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായി ഒരു രൂപത്തിലുമുള്ള വികാരം എവിടെയുമില്ല. പിന്നെ എന്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരള ജനത വെറുക്കണം? VD സതീശനെ പിന്തുണച്ച് മുസ്ലിം ലീഗ്. സതീശന് ലഭിക്കുന്ന പിന്തുണ ജനങ്ങളുടെ അഭിപ്രായമാണെന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതങ്ങനെ തന്നെയാണല്ലോ, ആളുകൾ ആ രീതിയിൽ വിലയിരുത്തുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എക്സിറ്റ് പോളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ആളുകൾ ആ രീതിയിൽ വിധി എഴുതിയിട്ടുണ്ടാവും. അതിപ്പോൾ ഞങ്ങൾ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. അവർ ജനവികാരത്തൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസിയാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെ വിശ്വസിക്കേണ്ടിയിരുന്നില്ല. പക്ഷേ ഒരു 8-9ഓളം ഏജൻസികൾ ഒരേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സത്യം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കഴിഞ്ഞ കുറേ കാലമായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഫലം തന്നെ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം അന്ന് മുതലേ തന്നെ ഉണ്ട്. അതുപോലെ തിരുത്തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അത് വ്യക്തമായി. എക്സിറ്റ് പോൾ ഫലം മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് CPM നേതാവ് NN കൃഷ്ണദാസ്. 2021 LDFിന് ഭരണം ലഭിക്കില്ല എന്നായിരുന്നു എക്സിറ്റ് പോൾ. പാലക്കാട് നിലവിലെ സ്ഥിതി തുടരും. പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ BJPക്ക് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, ഞങ്ങൾ ഈ മെയ് 4-ന് ഇലക്ഷൻ കമ്മീഷൻ വോട്ട് എണ്ണിയതേ അംഗീകരിക്കുന്നുള്ളൂ. എക്സിറ്റ് പോൾ ഫലം മുഖവിലേക്ക് എടുക്കുന്നില്ല. അതിൻ്റെ കാരണം ഞങ്ങൾ 99 സീറ്റിൽ കഴിഞ്ഞ തവണ ജയിച്ചപ്പോഴും ഞങ്ങൾ തോൽക്കുന്നതായിരുന്നു കുറേ അധികം ആൾക്കാർ ഈ എക്സിറ്റ് പോൾ നടത്തി പറഞ്ഞത്. അതൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെക്കാളും കൂടുതൽ സാധ്യതയുള്ള ഏതെങ്കിലും പ്രത്യേക കഴിവുള്ള വിഭാഗങ്ങളുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതുകൊണ്ട് ഞങ്ങളത് മുഖവിലേക്ക് എടുക്കുന്നില്ല. എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് LDF കൺവീനർ TP രാമകൃഷ്ണനും. മുൻകാലങ്ങളിൽ തെറ്റിപ്പോയ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDF എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളുന്നത്. അതേസമയം കോഴിക്കോട് ജില്ല തൂത്തുവാരുമെന്നാണ് DCC അധ്യക്ഷൻ K പ്രവീൺ കുമാർ പറയുന്നത്. താൻ തോറ്റാലും മൊട്ടയടിക്കുമെന്ന് പറഞ്ഞ PV അൻവർ റിയാസിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഒട്ടും അമ്പരപ്പില്ലാതെയാണ് LDF നേതൃത്വം പ്രതികരിക്കുന്നത്. കരുതലോടെയായിരുന്നു നേതാക്കളുടെ പ്രതികരണങ്ങൾ. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഉള്ളതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായോ എന്ന് ഈ ഘട്ടത്തിൽ പറയാനാവില്ല. കോൺഗ്രസിൽ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ച നിലവിലെ ജനാധിപത്യത്തെ അപഹസിക്കുന്നതാണ്. 90 സീറ്റ് വരെ കിട്ടുമെന്നത് MV ഗോവിന്ദന്റെ വിലയിരുത്തലാണ്. എത്ര സീറ്റ് കിട്ടുമെന്ന കണക്കിലേക്ക്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എത്ര സീറ്റ് എന്ന് പറയുന്നത് ഒരിക്കൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞത് 90 സീറ്റിലധികം കിട്ടും. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിശകലനമാണ്. കണക്ക് അത് പാർട്ടിക്കകത്തുള്ളതല്ലേ. ആ പരിശോധന പാർട്ടിക്കകത്ത് മാത്രമാണ്, അത് പുറത്ത് പറയുന്ന പരിശോധനയല്ല. ആ പരിശോധനയൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങൾ കൂട്ടിക്കൂടി. അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബും പ്രതികരിച്ചു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിനകത്തും എക്സിറ്റ് പോള് പറഞ്ഞതൊന്നും ഫലപ്രഖ്യാപനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പേരാമ്പ്ര മെറ്റീരിയൽ റൂം തുറന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഹൈക്കോടതി ഇടപെടലിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി വീഡിയോ കോൺഫറൻസിന് അവസരമൊരുങ്ങിയെന്ന് പറഞ്ഞ DCC അധ്യക്ഷൻ കൗണ്ടിംഗ് സമയത്ത് ആവശ്യമെങ്കിൽ VVPAT എണ്ണാൻ ആവശ്യപ്പെടുമെന്നും കൂട്ടിച്ചേർത്തു. എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അപ്പുറത്തായിരിക്കും ജനവിധിയെന്നും പ്രവീൺ കുമാർ. എക്സിറ്റ് പോളിൽ കോഴിക്കോടിൽ 9 മുതൽ 11 വരെ സീറ്റുകളാണ് പ്രവചിച്ചത്. ആ ഏജൻസിയോട് നന്ദിയുണ്ട്, പക്ഷേ യാഥാർത്ഥ്യം അതുക്കുമേലെയില്ല. അതേസമയം അനൗൺസ്മെന്റ് വിവാദവുമായി ബന്ധപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസർക്ക് മുമ്പാകെ ഹാജരായി TP രാമകൃഷ്ണൻ വിശദീകരണം നൽകി. ബേപ്പൂരിൽ പരാജയപ്പെട്ടാൽ തലമൊട്ടയടിച്ച് കാതിൽ കമ്മലിട്ട് കിഡ്സൺ കോർണർ മുതൽ മിഠായി തെരുവ് വഴി റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കുമെന്ന് PV അൻവർ പ്രതികരിച്ചു. തോറ്റാൽ മുഹമ്മദ് റിയാസ് തലയെങ്കിലും മൊട്ടയടിക്കുമോ എന്ന് വെല്ലുവിളിക്കുകയാണ് PV അൻവർ. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാണ്. മുഹമ്മദ് റിയാസ് കമ്മലിടണ്ട, മൊട്ടടിക്കാൻ തയ്യാറുണ്ടോ? എക്സിറ്റ് പോൾ ഫലങ്ങളോ മുന്നണികളുടെ കണക്കുകൂട്ടലുകളോ ഏതാകും ശരിയാവുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും ജനങ്ങളും. അമൃത ന്യൂസ്, കോഴിക്കോട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ ആശ്വാസത്തിലും ആവേശത്തിലുമാണ് മുന്നണികൾ. സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും എബി ചേർന്നുണ്ട്. എബി, UDFന് ആശ്വാസകരമാണ്. KPCC ആസ്ഥാനത്ത് ചില യോഗങ്ങളും ഒക്കെ ഇന്നലെ മുതൽ കൂടുന്നുണ്ട് എന്നറിയാൻ കഴിയുന്നുണ്ട്. എന്താണ് കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്നുള്ള വിവരങ്ങൾ? മാത്രമല്ല LDFന്റെ മുതിർന്ന നേതാക്കളെല്ലാം പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് ചെയ്യുന്നത്. ഇരു മുന്നണികളും അവരുടേതായ രീതിയിൽ തന്നെ ഈ എക്സിറ്റ് പോളിനെ വ്യാഖ്യാനിക്കുകയാണ്. UDFന് സ്വാഭാവികമായും എല്ലാവരും തന്നെ ഒരു ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കണക്കിലാക്കുമ്പോൾ ആ നിലയ്ക്ക് ഒരു തരത്തിലുള്ള സാധ്യതയും ഇല്ല എന്നാണ് LDF തുറന്നു പറയുന്നത്. ഇപ്പോൾ അവർക്ക് നൽകുന്നത്, അല്ലെങ്കിൽ LDFന് 69 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് എക്സിറ്റ് പോൾ തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം നിലവിലില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും 2-3 സീറ്റുകൾ കൂടുതലേക്ക് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്ന് എക്സിറ്റ് പോൾ നടത്തിയവർ തന്നെ പറയുമ്പോൾ തങ്ങൾക്ക് ഭരണത്തിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യത തന്നെയാണ് തുറന്നിടുന്നത് എന്ന നിലയ്ക്കായിരുന്നു CPMന്റെയും LDFന്റെയും വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ UDFും ഈ എക്സിറ്റ് പോൾ ഫലത്തെ അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു വിജയം തങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. 4-ാം തീയതി ആ വോട്ടെണ്ണുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ജനങ്ങൾ ആ നിലയ്ക്ക് വലിയ രീതിയിലുള്ള പിന്തുണ UDFന് നൽകിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് UDF നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ, ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. K മുരളീധരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് 4-ാം തീയതിക്ക് ശേഷം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്യാം. അദ്ദേഹത്തിന്റെ പേര് കൂടി ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ചർച്ചയ്ക്ക് വരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കാര്യം ചോദിച്ചപ്പോൾ വട്ടിയൂർക്കാവിൽ ഇപ്പോൾ ബലാബലം എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ആ ബലാബലം കൂടി കഴിയട്ടെ, അതിനുശേഷം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാം എന്നതായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും 4-ാം തീയതിക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് സജീവമായാൽ മതി എന്നുള്ള നിലപാട് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന, അതായത് 80 വരെയുള്ള സീറ്റുകൾ UDFന് അനുകൂലമായിരിക്കും, ആ നിലയ്ക്ക് ഭരണത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത കണക്കാക്കുന്നു എന്ന് എക്സിറ്റ് പോളുകൾ 9 എക്സിറ്റ് പോളുകളും ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ, അതായത് 90 സീറ്റിനേക്ക് അടുത്ത് UDFന് ജയിച്ചു കയറാൻ കഴിയും എന്നുള്ള ഒരു നിലയാണ് ഉള്ളത് എന്നുള്ളൊരു വിലയിരുത്തലാണ് UDF നേതാക്കൾക്കുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് തങ്ങൾക്ക് ഒരു 75 മുതൽ 80 വരെ സീറ്റുകൾ നേടി വിജയത്തിലേക്ക് വരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴും LDF പങ്കുവയ്ക്കുന്നു. തുടർച്ചയായിട്ടുള്ള 3-ാം തവണയും അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. പക്ഷേ ഈ ഘട്ടത്തിലും വലിയ രീതിയിലുള്ള പ്രതീക്ഷ എല്ലാ എക്സിറ്റ് പോളുകളും മികച്ച രീതിയിലൊരു മുന്നേറ്റം NDA നടത്തുമെന്നുള്ള കാര്യത്തിൽ അസന്നിഗ്ധമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ചില അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പോൾ അത് 14 സീറ്റ് വരെ NDA സ്വന്തമാക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി നടത്തുന്നുണ്ട്. സ്വാഭാവികമായും ബാക്കിയുള്ളത് പരിശോധിച്ചാൽ ശരാശരി 4 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയാണ് NDAക്ക് കണക്കാക്കുന്നത്. ആ നിലയ്ക്ക് ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ മികച്ച മുന്നേറ്റം നടത്തി അവിടെ വിജയം കൈവരിക്കാൻ NDAക്ക് കഴിയും എന്നുള്ളതാണ് NDA ക്യാമ്പിന്റെയും വിലയിരുത്തൽ. രാജേഷ്. എബി തോമസാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.
പശ്ചിമബംഗാളിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്ക് സമാനമായി അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് റെക്കോർഡ് പോളിംഗിലൂടെ പ്രതിഫലിച്ചതെന്നാണ് BJPയുടെ നിഗമനം. എന്നാൽ യഥാർത്ഥ ജനവിധി തനിക്കൊപ്പമാകുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് മമതാ ബാനർജി. അസമിലും BJPക്ക് ഭരണ തുടർച്ചയാണ് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. SIR-ന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ ബംഗാൾ ആര് പിടിച്ചെടുക്കുമെന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് രാജ്യം. പുറത്തുവന്ന എക്സിറ്റ് പോളുകൾക്ക് സമാനമായി 170-ൽ കൂടുതൽ സീറ്റുകൾ നേടി ബംഗാളിൽ ആദ്യമായി ഭരണം പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. 2 ഘട്ട വോട്ടെടുപ്പിലും രേഖപ്പെടുത്തിയ റെക്കോർഡ് പോളിംഗ് തൃണമൂലിനെതിരായ ഭരണവിരുദ്ധ വികാരമാണെന്നും തൃണമൂൽ കോട്ടകൾ പലതും തകർന്നടിയുമെന്നുമാണ് BJPയുടെ നിഗമനം. പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ 2 മാത്രമാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് ഭരണ തുടർച്ച പ്രഖ്യാപിച്ചത്. എന്നാൽ യഥാർത്ഥ ജനവിധി തനിക്കൊപ്പമാകുമെന്നും ബംഗാൾ ഒരിക്കലും BJPക്ക് മുൻപിൽ കീഴടങ്ങില്ലെന്നുമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആത്മവിശ്വാസം. സംസ്ഥാനത്തെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് തന്നെ അപ്രസക്തമായി പോയ CPM-ഉം കോൺഗ്രസും തിരിച്ചുവരവിനുള്ള പോരാട്ടം നടത്തിയെങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കില്ല എന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ 126-അംഗ അസം നിയമസഭയിൽ BJP ഹാട്രിക് വിജയം നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിച്ചത്. എക്സിറ്റ് പോളിനുമപ്പുറം 100-ലധികം സീറ്റുകൾ നേടിക്കൊണ്ടായിരിക്കും അസമിൽ BJPയുടെ 3ാം വിജയമെന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം. ദീർഘകാലം അസം ഭരിച്ചിരുന്ന കോൺഗ്രസിന് 30-ൽ കൂടുതൽ സീറ്റുകൾ നേടാനാകില്ലെന്നും പ്രവചനമുണ്ട്. സ്വതന്ത്ര ഭാരതത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ ബംഗാളിൽ BJP അട്ടിമറി വിജയം നേടുമോ എന്നാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ചൂടുപിടിച്ച ചർച്ച. ദീദി മോദി പോരാട്ടം നടന്ന മണ്ണിൽ എക്സിറ്റ് പോളുകൾ BJPക്ക് മുൻതൂക്കം നൽകുമ്പോഴും ജനങ്ങൾ കൈവിടില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് മമതാ ബാനർജി. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. തമിഴ്നാട്ടിൽ അധികാര തുടർച്ച ഉണ്ടാകുമെന്ന് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുമ്പോൾ അത് DMK സഖ്യത്തിന് ആശ്വാസകരമാകുകയാണ്. എന്നാൽ 2028 മുതൽ 127 സീറ്റുകൾ വരെ നേടി NDA സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് ടൈംസ് നൗ പറയുന്നത്. NDA അധികാരത്തിലെത്തുമെന്ന് CNN-ഉം പറയുന്നു. അതേസമയം വിജയുടെ TVK 18-24 സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം അണ്ണാ DMK-യുടെയും നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകവും അടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് അഭ്യൂഹം. രഹസ്യ ചർച്ച നടക്കുന്നുണ്ട് എന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചായിരിക്കും ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുക. സർക്കാരിൻ്റേത് പോകുന്ന പോക്കിൽ ശത്രുക്കളെന്ന് വിചാരിക്കുന്നവരെ പുറത്താക്കുവാനുള്ള നടപടിയെന്ന് B. അശോക്. ഈ നടപടി അംഗീകാരമായി കാണുന്നു. ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിന് പുറത്താക്കുക എന്നതാണ് ഇപ്പോഴത്തെ രീതി. പരിശോധിക്കപ്പെടേണ്ട കിഫ്ബി, വയനാട് പുനരധിവാസം തുടങ്ങിയ നിരവധി വിഷയങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥർ തൻ്റെ അടിമ വേലക്കാരാണെന്നും തന്നെ പുകഴ്ത്തിപ്പാടാൻ മാത്രം ജനിച്ചിട്ടുള്ള ആൾക്കാരാണെന്നും വേണമെങ്കിൽ നിങ്ങൾക്കൊരു കോറസായിട്ട് നിന്ന് എന്നെ വാഴ്ത്തുപാട്ട് പാടിത്തരാം, അതല്ലാതെ മറ്റ് യാതൊരു അവകാശവും ഇന്ത്യയിലെ IAS എന്നുള്ളതല്ല സർക്കാർ ജീവനക്കാർക്കൊന്നുമില്ല എന്നുള്ള ചിലരുടെ മനോഭാവത്തിന് ഉത്തമ ഉദാഹരണമായിട്ട് അതൊരു ബാഡ്ജായിട്ട്, ആ സസ്പെൻഷൻ ഓർഡർ ഒരു ബാഡ്ജായിട്ട് ഞാനിവിടെ കുത്തുന്നു. അതിന് യാതൊരു നിലനിൽപ്പുമില്ല. അത് അതിൻ്റെ വഴിക്ക് തന്നെ ചവറ്റുകുട്ടയിലേക്ക് പോകും എന്ന് ഉത്തമ ബോധ്യമുണ്ട്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് വ്യാകുലപ്പെടുന്നില്ല. കഴിഞ്ഞ നവംബർ മുതലെങ്കിലും സംസ്ഥാനത്ത് ചില IAS ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്തുകൊണ്ടും ഈ കിഫ്ബി മേധാവിയുടെ നേതൃത്വത്തിലും സംസ്ഥാനത്ത് തുടർ ഭരണം ഉറപ്പാക്കാനായിട്ട് IAS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ പബ്ലിക് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്, കടമെടുത്ത കിഫ്ബി ഫണ്ടുകൾ പോലും ഉപയോഗിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ളൊരു പബ്ലിസിറ്റി ക്യാമ്പയിൻ ഓർഗനൈസ് ചെയ്ത് അതിലേക്ക് പോവുകയാണുള്ളത് ഉണ്ടായത്. ഇക്കാര്യങ്ങൾ പരാമർശിച്ചതാണ് എനിക്കെതിരെയുള്ള വിരോധത്തിൻ്റെ നീഡിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കിഫ്ബിക്ക് സർക്കാരിന് വേണ്ടി ഇമാതിരി ഒരു പബ്ലിസിറ്റി ക്യാമ്പയിനോ പരസ്യ ക്യാമ്പയിനോ നടത്താനുള്ള യാതൊരു നിയമപരമായ അധികാരവുമില്ല. അവരുടെ ചാർട്ടർ വായിച്ചാൽ, അവരുടെ ആക്ട് വായിച്ചാൽ അവർ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിനും അതിൻ്റെ ആൻസിലറി യൂസസിന് മാത്രമേ അവർ കടമെടുക്കുന്ന ഫണ്ടുകൾ ഉപയോഗിക്കാവൂ. ഇവിടെ ബോംബെ ആസ്ഥാനമായിട്ടുള്ള ഒരു വലിയ PR കമ്പനിയെ വാടകയ്ക്കെടുത്തുകൊണ്ട് ഹോർഡിങ്ങുകൾ മുതൽ പത്രപരസ്യങ്ങൾ മുതൽ ഡിജിറ്റൽ ക്യാമ്പയിൻ അടക്കം എനിക്ക് തോന്നുന്നു 130 കോടിയുടെയോ മറ്റോ ക്യാമ്പയിനാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇത് ഈ വർഷം മാത്രമല്ല, 2021 ഇലക്ഷനിൽ 75 കോടിയുടെ ക്യാമ്പയിൻ കമ്മീഷൻ ചെയ്തു. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പരസ്യങ്ങൾ നൽകുന്ന ഒരു സമീപനത്തെ എതിർക്കാനൊന്നും കഴിയുകയില്ല. പക്ഷേ ഇവിടെ കിഫ്ബിക്ക് പറഞ്ഞിട്ടുള്ള ഡൊമൈനിലല്ല കിഫ്ബി പ്രവർത്തിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ്. വേനൽ മഴ എത്തിയതോടെ അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞതാണ് തുണയായത്.
കഴിഞ്ഞ ദിവസം ഒരിടത്തും വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ല എന്ന് KSEB വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകുകയാണ്. കേരളത്തിൽ പരക്കെ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ ശക്തമായ മഴ പ്രവചനമുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മെയ് 2 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന 4.5 വയസ്സുകാരി മരിച്ചു. കാസർഗോഡ് എളേരിത്തട്ടിലെ ശരത് അജിത ദമ്പതികളുടെ മകൾ ഋതുചന്ദ്രയാണ് മരിച്ചത്. 2 ദിവസം മുമ്പാണ് കുട്ടിക്ക് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കുട്ടി. ഇറാനിലെ US ഉപരോധം തുടരുമോ എന്ന ആശങ്കയ്ക്കിടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. ബാരലിന് $120 കടന്നു. 2022 ജൂണിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത്. നിലവിൽ ഉപരോധം പിൻവലിക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. അതേസമയം ഉപരോധം അവസാനിപ്പിച്ചില്ലെങ്കിൽ എണ്ണവില $140 ആക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന് ഇറാനോട് ജർമ്മനി ആവശ്യപ്പെട്ടു. ബാംഗ്ലൂരിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും ആശുപത്രിയുടെ മതിലിടിഞ്ഞു വീണ 2 മലയാളികൾ ഉൾപ്പെടെ 7 പേർ മരിച്ചു. എറണാകുളം രാമമംഗലം സ്വദേശികളായ സ്മിത, ലത എന്നിവരാണ് അപകടത്തിൽ മരിച്ച മലയാളികൾ. രാമമംഗലത്തെ കുടുംബശ്രീ യൂണിറ്റ് നടത്തിയ വിനോദയാത്രയുടെ ഭാഗമായിട്ടാണ് ഇവർ ബംഗളൂരിലെത്തിയത്. ആകെ 56 പേരാണ് വിനോദയാത്രാ സംഘത്തിലുണ്ടായിരുന്നത്. രാവിലെ വിമാനമാർഗം ബംഗളൂരുവിലെത്തിയ സംഘം വൈകിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയ സമയത്താണ് കനത്ത മഴയും കാറ്റുമുണ്ടായത്. ബംഗളൂരു ശിവാജി നഗറിലെ ബൗറിംഗ് ആശുപത്രിയിലാണ് സംഭവം. മരിച്ചവരുടെ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം ജന്മനാടായ രാമമംഗലത്ത് എത്തിക്കും. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലാണ് പൊതുദർശനം നടക്കുക. ശബരി റെയിലിനായിട്ടുള്ള മലയോര ജനതയുടെയും ശബരിമല തീർത്ഥാടകരുടെയും കാത്തിരിപ്പ് തുടരുകയാണ്. അതിനിടയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായി കാലടി റെയിൽവേ സ്റ്റേഷനിലെ കാട് കയറിയ ഭാഗങ്ങൾ റെയിൽവേ വൃത്തിയാക്കി. ഇതോടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് പുറമെ സാമൂഹ്യ വിരുദ്ധ ശല്യവും ഒഴിവാകുമെന്നതിൻ്റെ ആശ്വാസത്തിലാണ് കാലടിക്കാർ. അങ്കമാലി മുതൽ എരുമേലി വരെയാണ് ശബരി റെയിൽപാത. 111 കിലോമീറ്റർ നീളം വരുന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പദ്ധതി നടപ്പിലാക്കുമെന്നത് മുന്നണികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനവുമാണ്. ശബരിമല തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയിലെ 14 സ്റ്റേഷനുകളിൽ പ്രധാനപ്പെട്ടത് കാലടിയാണ്. ആദിശങ്കരന്റെ ജന്മസ്ഥലവും ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളും ഉൾക്കൊള്ളുന്ന കാലടിയിലെ ഈ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം നേരത്തെ നിർമ്മാണം പൂർത്തിയാക്കിയതാണ്. കാടുപിടിച്ചു കിടന്ന പ്രദേശം കഴിഞ്ഞ ദിവസം റെയിൽവേ ഉദ്യോഗസ്ഥരെത്തി വൃത്തിയാക്കി മടങ്ങി. അതുകൊണ്ട് തന്നെ പദ്ധതി പുനരാരംഭിക്കുന്നതിന്റെ സൂചനയാണ് പുറത്തു വന്നത്. റെയിൽവേ പദ്ധതി വീണ്ടും തുടങ്ങുന്നതിന്റെ സന്തോഷത്തോടൊപ്പം സ്റ്റേഷനു വേണ്ടി പണിത കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയത് ഒഴിവാകുമല്ലോ എന്ന ആശ്വാസത്തിലാണ് കാലടി ഗ്രാമപഞ്ചായത്ത്. കാലടി സംബന്ധിച്ച് ശബരിപാത റീസ്റ്റാർട്ട് ചെയ്ത വലിയ അനുഗ്രഹം തന്നെയാണ്. ഇത് വർഷങ്ങളായി ഇവിടെ ഒരു ഡെഡായ നിലയിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കൂടുതലും മയക്കുമരുന്നുകളും അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ ഉള്ള ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീസ്റ്റാർട്ടിങ്ങിലൂടെ ഇതൊരു പുതുജീവൻ നൽകി ആ ശല്യം ഒഴിവാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ളവർ പ്രദേശത്ത് തമ്പടിച്ചാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനപ്പുറത്തേക്ക് ഗർഭനിരോധന ഉറകൾ വരെ ഈ മുറികളിൽ കാണാം. പോലീസിന്റെ പെട്രോളിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് റെയിൽവേ നടപടി പ്രദേശവാസികൾക്ക് ആശ്വാസമാകുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷ അറ്റിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര പ്രതീക്ഷയാണ്. അപ്പോൾ ഈ മേഖലയെ സംബന്ധിച്ച് വളരെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. മാത്രമല്ല പലതരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളുണ്ട്. വേസ്റ്റ് പ്രശ്നം വളരെ കാര്യമായിട്ട് നമ്മളെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവും. മാത്രമല്ല വളരെയധികം പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ ഇതിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് സഫലീകരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പദ്ധതി യാഥാർത്ഥ്യമായാൽ കാലടി പ്രദേശത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയ്ക്ക് തന്നെ വലിയ മാറ്റമുണ്ടാകും. അതുകൊണ്ട് തന്നെ റെയിൽവേക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് ഉറപ്പു നൽകുന്നു. ശബരി റെയിൽ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കാലടിയിലെ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാകെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിൻ്റെ സൂചനകൾ റെയിൽവേ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എങ്കിലും ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യ ഘടകമാണ്. ക്യാമറമാൻ പി ശശികാന്തിനൊപ്പം കാലടിയിൽ നിന്നും കെ പ്രശാന്ത്, അമൃത ന്യൂസ്.
IPL ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. വിരാട് കോഹ്ലി അടക്കമുള്ള വമ്പന്മാരുടെ ബാറ്റിംഗ് കരുത്തിലാണ് ബാംഗ്ലൂരു ഇറങ്ങുന്നത്. 8 കളികളിൽ നിന്ന് 4 ജയവും 4 തോൽവിയുമായി പോയിന്റ് പട്ടികയിൽ മധ്യഭാഗത്താണ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ നിലവിലെ സ്ഥാനം. രാത്രി 7:30 മുതൽ അഹമ്മദാബാദിലാണ് മത്സരം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.